നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചില ദിവസങ്ങൾ വളരെ സാധാരണമായ ദിവസങ്ങളായിരിക്കും. എന്നാൽ ചില ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ തിരിഞ്ഞു നോട്ടം നൽകുന്ന ദിവസങ്ങളായി മാറുന്നതാണ്. ഇന്ന് അത്തരത്തിലുള്ള ഒരു ശുഭ ദിവസമാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ചിലർക്ക് മനസ്സിൽ ഒരു വ്യത്യസ്തമായ അനുഭവം ഉണ്ടായിരിക്കാം. കാരണം എന്തെന്നാൽ ഇന്ന് നിങ്ങൾ ഒരു പ്രത്യേക വ്യക്തിയിൽ നിന്ന് കൈനീട്ടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു സാധാരണ സംഭവം മാത്രമായി കണക്കാക്കരുത്. ആ കൈനീട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ തുടക്കമായി മാറാൻ പോകുന്ന സൂചനയാണിത്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നേ ദിവസം നിങ്ങൾ ആരിൽ നിന്നാണ് കൈനീട്ടം വാങ്ങിയത്, അത് എങ്ങനെ ഭാഗ്യമായി മാറും എന്നതിനെക്കുറിച്ചും, എന്തുകൊണ്ടാണ് ആ വ്യക്തികളിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നത് ഇത്ര പ്രത്യേകതയായി പറയുന്നത്, അതേപോലെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ചില നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ചിലർക്ക് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും, ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് കൈനീട്ടത്തിന്റെ ആത്മീയ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസ്കാരത്തിൽ കൈനീട്ടം ഒരു സാധാരണ പണം നൽകൽ എന്ന ചടങ്ങ് മാത്രമല്ല, ഇതൊരു ആശീർവാദത്തിന്റെ അടയാളം കൂടിയാകുന്നു. പ്രത്യേകിച്ച് പറഞ്ഞാൽ ചില വ്യക്തികളിൽ നിന്ന് ലഭിക്കുന്നതായ കൈനീട്ടം നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല ഊർജം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. പലപ്പോഴും നമ്മൾ അതൊരു ചെറിയ കാര്യമായി കരുതാറുണ്ട്. പക്ഷേ ചിലപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശുഭ സൂചനയായിട്ടാണ് മാറാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന ആളുകളിൽ നിന്നാണോ കൈനീട്ടം വാങ്ങിയത് എന്നൊന്ന് നോക്കുക. അതായത് ഇനി പറയാൻ പോകുന്ന വ്യക്തികളിൽ നിന്ന് കൈനീട്ടം നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു മാറ്റം കാണാൻ സാധ്യതയുണ്ട്. അതിൽ ആദ്യമായി പറയേണ്ടത് മാതാപിതാക്കളിൽ നിന്ന് കൈനീട്ടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ന കാര്യമാണ്. അതായത് ഇത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് കരുതേണ്ടത്. മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ ആ ഒരു കൈനീട്ടം പോലും ജീവിതത്തിൽ വലിയ ഭാഗ്യം തുറക്കാൻ കാരണമാകുമെന്നാണ് വിശ്വാസം. ഇനി രണ്ടാമത്തെ വ്യക്തി മുതിർന്നവരിൽ നിന്ന് നിങ്ങൾ കൈനീട്ടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അതായത് പ്രത്യേകിച്ച് പറഞ്ഞാൽ അച്ചമ്മ, അമ്മമ്മ, അതല്ലെങ്കിൽ കുടുംബത്തിലെ അച്ഛനും അമ്മയും കൂടാതെ മറ്റുള്ള ഏറ്റവും മുതിർന്ന വ്യക്തികൾ, ഇവരുടെ അനുഗ്രഹം ലഭിക്കുന്ന ദിവസം ജീവിതത്തിൽ പല കാര്യങ്ങളിലും നല്ല രീതിയിൽ നടക്കാനായി തുടങ്ങും എന്നതാണ്. ചിലർക്ക് ഒരു നല്ല വാർത്ത ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന് ഇതുവഴി നേടാൻ സാധിക്കുന്നത്. ഇനി മൂന്നാമത്തെ വ്യക്തി സന്തോഷത്തോടെ ഹൃദയം നിറഞ്ഞ് നിങ്ങൾക്ക് കൈനീട്ടം നൽകിയ ആ ഒരാൾ, അത് ആരുമായിക്കൊള്ളട്ടെ, പക്ഷെ ആ വ്യക്തി നിങ്ങളിലേക്ക് ധനം അല്ലെങ്കിൽ കൈനീട്ടം തന്നത് ഹൃദയം തുറന്നുകൊണ്ടാണ്, സന്തോഷത്തോടു കൂടിയാണ്. ആ പണം എത്രയാണെന്നതിനല്ല പ്രാധാന്യം, അത് എങ്ങനെയാണ് തന്നത് എന്നതിലാണ്. അത് നൽകുമ്പോൾ ഉണ്ടായിരുന്ന നല്ല മനസ്സിനാണ് ഇവിടെ പ്രാധാന്യം ഏറുന്നത്. ആ നല്ല മനസ്സിന്റെ ഊർജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇടയാക്കും. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഉണ്ടാകാവുന്ന ചില മാറ്റങ്ങൾ കൂടി ഇവിടെ ഞാനൊന്ന് പറയുകയാണ്. ഇന്ന് നിങ്ങൾ ഇത്തരത്തിൽ കൈനീട്ടം വാങ്ങിയ ഒരു വ്യക്തിയാണെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ചിലർക്ക് ഒരു നല്ല, നിങ്ങൾ ഏറ്റവും പ്രതീക്ഷിച്ചിരുന്ന ഒരു ഫോൺ കോൾ വരാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. എന്നാൽ മറ്റു ചിലർക്ക് സാമ്പത്തികമായി ചെറിയ ഒരു ആശ്വാസം ലഭിക്കും. ലോട്ടറിയോ അതല്ലെങ്കിൽ കിട്ടാനിരുന്നതായ ചില ധനങ്ങൾ വന്നു ചേരും. അതല്ലെങ്കിൽ പണ്ട് എവിടെയോ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന, ഇപ്പോൾ വീടൊക്കെ ഒന്ന് അടിച്ചു വറക്കി വൃത്തിയാക്കിയപ്പോൾ അങ്ങനെ ലഭിച്ച കുറച്ച് ധനം, ഏതായാലും ചെറിയ ഒരു സാമ്പത്തിക ആശ്വാസം ഇന്ന് വൈകിട്ട് 6 മണിക്കുള്ളിൽ നിങ്ങൾക്ക് വന്നു ചേരും. ചിലർക്ക് നീണ്ട നാളായി മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്തിന് ഒരു പരിഹാര മാർഗം കണ്ടെത്തുവാൻ സാധിക്കും.
ഇത് വലിയ അത്ഭുതങ്ങൾ പോലെയൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നണമെന്നില്ല. പക്ഷേ അത് ഒരു നല്ല തുടക്കത്തിന്റെ സൂചനയായിരിക്കും എന്ന് തൽക്കാലം മനസ്സിലാക്കുക. ഇന്നിനി നിങ്ങൾ ചെയ്യേണ്ട ചെറിയൊരു കാര്യം പറഞ്ഞു തരാം. ഇന്ന് വൈകുന്നേരം ഒരു ചെറിയ പ്രാർത്ഥന കൂടി നിങ്ങൾ നടത്തേണ്ടതുണ്ട്. വീട്ടിൽ ഒരു ദീപം തെളിയിക്കുക. അതായത് സന്ധ്യയ്ക്ക് രാവിലെയും ഒക്കെയും വീടുകളിൽ ദീപം തെളിയിക്കാറുണ്ട്. ഇന്നും അതേപോലെ, പക്ഷെ കുറച്ചുകൂടി വിശ്വാസത്തോടു കൂടി തെളിയിക്കുക. അതിനുശേഷം ആ വിളക്കിന് മുന്നിൽ ചെന്ന് മനസ്സിൽ നന്ദി പറയുക. എനിക്ക് ഇന്നേ ദിവസം ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി എന്ന് ആ വിളക്കിന്റെ മുന്നിൽ ചെന്ന് നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ചെറിയ ഒരു നന്ദി പറയാൻ നിങ്ങൾ എത്രത്തോളം ആ മനസ്സു കാണിക്കുന്നു, അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഊർജം വർദ്ധിപ്പിക്കും എന്നത് ഞാൻ തന്നെ ഉറപ്പു തരുന്നുണ്ട്. വിശ്വാസത്തോടു കൂടി ചെയ്യുക. ഇനി ഇന്നേ ദിവസം ഒഴിവാക്കേണ്ട ഒരു കാര്യം, ഇന്നൊരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക എന്നത്. പ്രത്യേകിച്ച് നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ വിളക്കിന് മുന്നിൽ നിൽക്കുമ്പോൾ പലവിധ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ വന്ന് മതിച്ചേക്കാം. പക്ഷെ നെഗറ്റീവ് ചിന്തകൾക്ക് സ്ഥാനം കൊടുക്കരുത് മനസ്സിൽ. കാരണം നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ തന്നെ ചിലപ്പോൾ സംശയങ്ങൾ കൊണ്ടൊരു ഊർജം ഉണ്ടാക്കും. അപ്പോൾ ആ പോസിറ്റീവ് ഊർജത്തെ തകർക്കുകയും ആ ഒരു നെഗറ്റീവ് ഊർജം ശരീരത്തിലേക്ക് വന്നു ചേരാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് മനസ്സിൽ വിശ്വാസത്തെ മാത്രം നിലനിർത്താനും കൂട്ടുപിടിക്കാനും ശ്രമിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ വലിയ ശബ്ദത്തോടെ ഒന്നും വന്നു ചേരുകയില്ല. അവ ചെറിയ സംഭവങ്ങളായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നത് നമ്മൾ ഏവരും മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് നിങ്ങൾക്ക് ലഭിച്ച ആ ചെറിയ കൈനീട്ടം തുക, അതായത് ചിലപ്പോൾ 1 രൂപയാകാം, ചിലപ്പോൾ കൂടുതൽ കിട്ടിയവരും ഉണ്ടാകും. ഈ ഒരു തുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റത്തിന്റെ തുടക്കമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ശ്രീരാഗ ആസ്ട്രോളജി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുകയും ചെയ്യുക.